ചാരം മൂടിപ്പോകുമായിരുന്ന ജസ്ന തിരോധാന കേസിലെ പുനരന്വേഷണം സാധ്യമായത് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ പോരാട്ടമാണ്. ജെയിംസ് ജോസഫ് സമാന്തരമായി നടത്തിയ അന്വേഷണത്തിലെ പുതിയ കണ്ടെത്തലുകളാകും CBI അന്വേഷിക്കുക. 2018 മാർച്ച് 22-നാണ് പത്തനംതിട്ട കൊല്ലമുള്ള സന്തോഷ് കവലക്കുന്നത്ത് വീട്ടിൽ ജെയിംസ് ജോസഫ്, ഫാൻസി ജെയിംസ് ദമ്പതികളുടെ 3 മക്കളിൽ ഏറ്റവും ഇളയവളായ ജസ്നയെ കാണാതായത്. മുണ്ടക്കയത്തെ പിതൃസഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ജസ്ന വീട് വിട്ടിറങ്ങിയത്. ജസ്ന എരുമേലി വരെ ബസ്സിൽ വന്നതിന് തെളിവ് ലഭിച്ചു. എന്നാൽ പിന്നീട് ജസ്ന എങ്ങോട്ട് പോയെന്നും എന്ത് സംഭവിച്ചുവെന്നും നിഗൂഢമായി തുടരുന്നു. ആദ്യം ലോക്കൽ പോലീസിന്റെ അന്വേഷണം, പിന്നാലെ 2018 ഏപ്രിലിൽ തിരുവല്ല ഡിവൈഎസ്പി ചന്ദ്രശേഖരൻ പിള്ളയുടെ നേതൃത്വത്തിൽ പുതിയ സംഘത്തിന്റെ അന്വേഷണം. ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് 2 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. പക്ഷേ ഒന്നും ഫലമുണ്ടായില്ല. 2018 മെയ് 27-ന് വീണ്ടും മറ്റൊരു അന്വേഷണ സംഘം കേസേറ്റെടുത്തു. കാണാതായ ദിവസം ജസ്നയെ ഫോണിൽ വിളിച്ച ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്യുക മാത്രമാണുണ്ടായത്. ഒടുവിൽ 2018 ഒക്ടോബർ 2-ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ടോമിൻ ജെ തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ KG സൈമൺ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് അന്വേഷിച്ചു. 1 ലക്ഷത്തിലധികം ഫോൺ കോളുകൾ പരിശോധിച്ചു. 250ഓളം പേരെ ചോദ്യം ചെയ്തു. പക്ഷേ ജസ്നയെക്കുറിച്ച് മാത്രം വിവരം ലഭിച്ചില്ല. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട കുടുംബം കേസ് CBI ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയതോടെ 2021 മാർച്ച് 21-ന് കേസ് CBIക്ക് കൈമാറി. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ജസ്ന വീട് വിട്ടുപോയതെന്നാണ് അന്വേഷണ സംഘങ്ങളുടെ നിഗമനം. CBI അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ കേസിലാണ് വീണ്ടും തുടരന്വേഷണത്തിനുള്ള കോടതിയുടെ നിർദ്ദേശം. 24 തിരുവനന്തപുരം.